നമസ്കാരം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വികസനമെന്ന ആ രാഷ്ട്രീയ പേര് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന പാർട്ടി. പക്ഷേ ജനങ്ങളെ കണ്ണിൽ ഏത് രീതിയിലും പൊടിയിട്ടാലോ എന്ത് ചെയ്താലോ ഒരു പ്രശ്നവുമില്ല. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെന്ന ഉള്ള ഒരു തിരശീല, അങ്ങനെയുള്ള ഒരു PR വർക്കുമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശിങ്കിടിയായ ബാലഗോപാലും പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പുകളും, അതായത് PR വർക്കിൻ്റെ ഭാഗമായി ഓരോ സ്റ്റെപ്പുകളിലും ഇവർ തന്ന് തലവയ്ക്കുന്നുണ്ടെങ്കിലും നാണം കെട്ട് നാറിയാണ് ഇവർ വരുന്നത്. അങ്ങനെ ഒരു PR വർക്കും CPMന് ഇപ്പോൾ വലിയ രീതിയിൽ ഏൽക്കുന്നില്ല. ഓരോ PR വർക്കിനും CPMലെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പോവും. AKG സെന്ററിൽ ഇരുന്നു കൊണ്ട് നേതാക്കന്മാരെല്ലാം ഓരോ ക്യാപ്സ്യൂളുകളും തയ്യാറാക്കി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. നിലവിൽ മുത്തപ്പൻ വരെ കേരളത്തിലെ ധനമന്ത്രി KN ബാലഗോപാലനെ ട്രോളുന്നു, ഉപദേശിക്കുന്നു എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. അതായത് മുത്തപ്പന് മുന്നിൽ ഉപദേശങ്ങൾ കേട്ട് അനുസരണയോടുകൂടി ധനമന്ത്രി KN ബാലഗോപാൽ നിൽക്കുകയാണ്. കൊല്ലം കൊട്ടാരക്കര നെടുമൺകാവിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. മുത്തപ്പന്റെ ഉപദേശം കേട്ട് നിൽക്കുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അതിൽ മുത്തപ്പൻ പറയുന്നൊരു പ്രധാന കാരണമുണ്ട്. രാജാവിന്റെ ഭരണം പോലെ പ്രജകൾ കൂടെ നിൽക്കും. പ്രജകൾക്ക് ഇഷ്ടപ്പെടാത്ത ഭരണം രാജാവ് കാഴ്ചവെച്ചാൽ താഴെ ഇറക്കാൻ പ്രജകൾക്ക് കഴിയും. എല്ലാ കാര്യത്തിലും സത്യമുണ്ട്. സത്യമേവ ജയതേ എന്നാണ് മുത്തപ്പൻ മന്ത്രിക്ക് ഉപദേശം നൽകിയത്. അതായത് വേറൊന്നുമല്ല, നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭരണം നടത്തിയാൽ ജനങ്ങൾ എന്നും കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ വലിച്ച് താഴെയിട്ടിട്ട് അടുത്ത ആളുകൾക്ക് അവസരം നൽകും. 5 വർഷം ജനങ്ങൾ ഭരിക്കാനായിട്ട് അവസരം നൽകുമ്പോൾ അത് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ ഭരിച്ചില്ലെങ്കിൽ അവിടെ അഴിമതിയും കൈയിട്ടുവാരലുമൊക്കെ നടത്തി കൊള്ളയും പിടിച്ചുപറിയുമൊക്കെ നടത്തിയാൽ ജനങ്ങൾ തന്നെ അവസാനം വലിച്ച് താഴെയിട്ടിട്ട് അടുത്ത ഒരു ആൾക്ക് കേരളം ഭരിക്കാനുള്ള ഒരു അവസരം ജനങ്ങൾ തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് CPM എന്ന പാർട്ടിയുടെ അഴിമതിയും കള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും കാണിക്കുന്ന ഓരോ ഫ്രോഡ് പരിപാടികളുമാണ് മുത്തപ്പൻ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ബാലഗോപാലിനോട് പറഞ്ഞത്. വേണമെങ്കിൽ നേരാവണ്ണം സത്യസന്ധമായി ഭരണം നടത്തുക, അതാണ് പ്രജകൾക്ക് ഇഷ്ടമെന്ന് മുത്തപ്പൻ വരെ പറയുമ്പോൾ CPM എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു, CPM എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്.